പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജേസൺ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ ഇച്ചിരി കുഞ്ഞച്ചാള വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. സത്യം പറഞ്ഞത് അച്ചാറിടാനായിരുന്നു എന്റെ ഉദ്ദേശം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, സമാധാനത്തിലിടാന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് പണി ഇതിന്റെ ഇടയ്ക്ക് വന്നു. അതുകൊണ്ട് ഓർത്ത് പകുതി എടുത്ത് വറക്കാന്ന്. പിന്നെ നാൻസിക്കുണ്ടല്ലോ ഈ വറക്കുന്നത് ഇഷ്ടമാണ്, എന്നാലും ഇങ്ങനെ സവോള ഇട്ടൊരു ചാള കറി വെക്കും, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്ത് അതൊന്നും ഇതിനകത്ത് കാണിക്കാമെന്ന്. 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി ഇതിനിടാറില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില. ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കിയൊക്കെ ചെയ്യാൻ നേരത്ത് ചാളയുടെ രൂപം നഷ്ടപ്പെടും കേട്ടോ. ഇനി മുളക് പൊടി ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ പുകയും. ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഈ അവസരത്തിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ് നമുക്കിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യാവേ. ഉപ്പും പാത്രത്തിൽ ഉപ്പ് അടിയില്ല. ഉപ്പും പാത്രത്തിൽ കൈയിട്ടതിൻ്റെ തെളിവാണിത്. ഞങ്ങൾ കൈയിട്ടാണ് എടുക്കാറ്. സ്പൂൺ ഉപയോഗിച്ചെടുത്ത് കഴിഞ്ഞാൽ കണക്ക് കിട്ടത്തില്ല, കണക്ക് സ്പെഷ്യൽ പോവും. ഉപ്പൊരു പാക്കറ്റ് പൊട്ടിച്ചിടണം. കണ്ട നല്ല പെരുണ്ട് നമുക്ക് ഇതുപോലെ ഇരിക്കണം. ഞാൻ ഓർത്തത് ഈ കറി ഞങ്ങൾ മാത്രം ഉണ്ടാക്കുള്ളൂ എന്നാണ്. കാരണം ഒരു ദിവസം തേങ്ങ ഇല്ലാണ്ട് വന്നപ്പോൾ അമ്മ നല്ല വലിയ കൊഴുവയുണ്ടല്ലോ ഇതേപോലെ വെച്ച്, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ കറി ഇവിടെ പരിപാടി തുടങ്ങിയത്. എന്ത് കറി വേണം? സവാള ഇട്ട കറി എന്നാ പറയണത്. ഞങ്ങൾ സാധാരണ സവാള ഇട്ട് വെക്കാറില്ല, ഉള്ളിയൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പൊ നാൻസി ഇപ്പൊ പറഞ്ഞു ഞാൻ എന്ത് കറി വേണമെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ സവാള കറി മതി എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് കയറി 2 പാന്റ് തയ്ക്കാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ പെരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലിട്ട് അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയുള്ള സിമ്പിൾ കറിയാണ്. ഞാൻ ഓർത്തത് ഞങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കത്തുള്ളൂ എന്നാണ്. ഒരു ദിവസം ബഷീറുടെ വീഡിയോ കണ്ടപ്പം സുഹാന ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ദിവസം കാണിച്ചായിരുന്നു. കുഞ്ഞു ചാള വെച്ചിട്ട് ഇതുപോലെ സവാള ഇട്ടുള്ള കറിയെ അവർ ഫിഷ് മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അത്ര പിടിച്ചില്ല. ഫിഷ് മസാല വരുമ്പോഴുള്ള ടേസ്റ്റ് എനിക്ക് ഈ പച്ചമുളകും നമ്മുടെ സാധാ മുളക് പൊടിയും മാത്രം ഇടുമ്പോഴുള്ള ടേസ്റ്റാണ് ഇഷ്ടമായത്. നാൻസി പറഞ്ഞ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ നാൻസി വന്നിട്ടുണ്ട്. പാന്റ് തയ്ച്ചാ ദൈവമേ, ഒരെണ്ണം നിക്കണ കണ്ട കസേര ഇട്ട് വന്ന് ഫ്രീസർ തുറന്ന് നിക്കണം. എന്തോ ആടി, അതിനകത്തൊന്നും ഇല്ല ഫ്രീസറില്. മതിയാ ഉപ്പൊക്കെ ഉണ്ടാ? നിർത്തിക്കും. നമുക്ക് ഈ പോയി സാധനം മേടിച്ചിട്ട് വരാം. ജേസനെ ഇവളെ ഏൽപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. കളർ അല്പം ഡള്ളാണ്, പക്ഷെ ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇച്ചിരി കൂടിയ സാരിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ഞങ്ങളൊരു 2 മാസം മുന്നേ പോത്തീസ് പോയില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ ഈ സാരി. വല്യമ്മച്ചയ്ക്ക് അമ്മയുടെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഇതുവരെ പോകാനൊന്നും പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് സാരി എല്ലായിടത്തും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വേറൊരു മെറ്റീരിയൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കാനുണ്ട്, അത് നോക്കാനും കൂടി വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഭയങ്കര വെയിലാട്ടോ, കരി വെയിലാണ്. ആ സമയത്ത് നമ്മുടെ അമ്മ ഇന്നലെ രാത്രിയിൽ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയ കേട്ടോ. അമ്മയും പോയി അപ്പനും പോയായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കടയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് വരികയാണ്. പിങ്ക് ഈ കളർ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളറാണ്. ഈ കളർ, അതായത് ഈ കളറായിരിക്കണം നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഉടുപ്പ് ചെയ്തു തരുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അയ്യോ ചേച്ചി എവിടെയായിരുന്നു, സ്ഥലം എനിക്കറിയില്ല, പുറത്താണ്. അപ്പം കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് മോക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പം ഈ കുഞ്ഞിന്റെ ഈ നെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും പോത്തീസ് പോകണമല്ലോ. പോത്തീസ് വരെ പോകാനുള്ള ഒരു ദിവസം നമ്മുടെ കയ്യിൽ ഇല്ല, ഒരു ദിവസം ഫുള്ള് പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങളത് ഒഴിഞ്ഞായിരുന്നു. അപ്പൊ അവര് വേറെ ഒരു ബൊട്ടിക്കൽ കൊടുത്ത് അത് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്കുള്ളത് ചെയ്യാനായിട്ട് ഞങ്ങൾ മെറ്റീരിയൽ നോക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പേസ്റ്റൽ കളർ എടുക്കാനാണ് പറഞ്ഞത്, ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് കളറിലെ ജോർജറ്റ് എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 2-3 പാറ്റേൺ അവർ അയച്ചു തന്നതിനകത്തുനിന്ന് നമ്മൾ കിട്ടുന്ന ലഭ്യത അനുസരിച്ച്, തുണിയുടെ ലഭ്യത അനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പേസ്റ്റിലൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവരത് അത് മാത്രമല്ല അത്ര മാച്ച് അല്ല. ഒരു ഓറഞ്ച് കളർ നല്ലതുണ്ടായിരുന്നു കേട്ടോ ജോർജറ്റിൽ. പക്ഷെ അത് കാണിച്ചപ്പോഴേ അത് വേണ്ട, ആ കളറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓഫ് വൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സെയിം ഓഫ് വൈറ്റ് കളറിൽ തന്നെ എംബ്രോയിഡറി വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ, അതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പാറ്റേണിൽ ചെയ്തേക്കുന്നത്.
അതുകൊണ്ട് അപ്പം നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഓഫ് വൈറ്റിന് ആ ഒരു മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള ഇതും ഇരിപ്പുണ്ട്, വർക്ക് മെറ്റീരിയലും ഉണ്ട്. അതെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ. സാധാ നമ്മൾ ജോർജറ്റിൽ ചെയ്തിട്ട് ആ ഫ്രണ്ടിലെ സാധനം നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് ചെയ്യാമല്ലോ. ഇതാണ് ഉടുപ്പ് കേട്ടോ. ഇതാണ് ചെയ്ത് വന്നപ്പം ഈ ഉടുപ്പ് ഇങ്ങനെയായിരിക്കുന്നത്. നേരത്തെ കാണിച്ചത് ഒരു റഫറൻസ് ഫോട്ടോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനകത്തൊരു ഓഫ് വൈറ്റ് കളറിലെ നെറ്റ് ഒരു ലെയറായിട്ടേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഓഫ് വൈറ്റ് കുഴപ്പം കാണിയല്ല, അതൊരു മാച്ചായി പൊക്കോളും, വേറിട്ട് നിൽക്കില്ലല്ലോ. സ്ലീവിൽ വേണ്ട, സ്ലീവിൽ നമ്മൾ ജോർജറ്റ് തന്നെ പഫായിട്ട് വെച്ചാലും ഭംഗിക്കുറവൊന്നും ഉണ്ടാവത്തില്ല, ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്കൊരു ഷർട്ട് നോക്കാനുണ്ടായിരുന്നു. അത് നോക്കാനായിട്ട് മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ്. സമയം ഇപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലല്ലേ, കിയാരയായിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അരൂരാണ് അവരുടെ വീട്, അങ്ങോട്ട് പോകണം. അതിന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ജങ്കാറുണ്ട്. പക്ഷെ ജങ്കാർ ഇപ്പോൾ അവിടെ നിർത്തി വെച്ചേക്കും. അതുകൊണ്ട് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ജങ്കാർ പിടിക്കാനായിട്ട്. ജങ്കാറല്ല, അതൊരു കടത്തെന്നൊക്കെ വേണേൽ പറയാം, ബൈക്ക് മാത്രമേ കയറ്റുള്ളൂ. അങ്ങനെ നമുക്ക് പോകണം. വേഗം ഇവളാണെങ്കിൽ എനിക്കാണ് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഞാനിച്ച് പലതും നോക്കി നോക്കി നടക്കുക. ഷർട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പിള്ളർ ഉടുപ്പ് കാണുന്ന നേരത്ത് അങ്ങോട്ട് ഓടുവേ, വെറുതെ ഒന്ന് നോക്കാനായിട്ടാ. വെറും വെറുതെ ഇത് ഇടുന്ന കൊച്ചിനെ സമ്മതിക്കണം. അത്രയും ഇത് നല്ല സോഫ്റ്റ് അല്ലേ? ഈ നെറ്റ് സോഫ്റ്റ് അല്ലേ? പക്ഷെ ഇത് ഇച്ചിരി പിരിപരുത്തരാ കൈ വരുന്ന ഇതിനകത്തോട്ട് കയറ്റിട്ട് പിന്നെ കൈ പോരുന്നില്ല. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വേഗം ബില്ലൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾ ഓടി വന്നിട്ട് ചേച്ചി നിങ്ങൾ യൂട്യൂബിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് മലപ്പുള്ളിക്കകത്തേക്ക് ഞങ്ങളെ കണ്ടിട്ട്. അങ്ങനെ വേഗം അമ്മയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അങ്ങനെ കുഞ്ഞിനോട് ചാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന ഒരു സമ്മാനക്കുപ്പം കിട്ടി. നാൻസിക്ക് സ്കൂട്ടർ കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് അത് അവിടെ നിക്ഷേപിച്ചു. അത് ഞാൻ തിന്നിട്ടുള്ളതാ. വലിയ ടേസ്റ്റ്, ജീരകത്തിനൊക്കെ ടേസ്റ്റ് ഉള്ള പോലത്തെ. ബനാന പഫ്സ് വേണോ? എന്താ വേണ്ട. ഇതെന്തുവാ ഇതെന്താടി ഇത്? ഇതെന്താ പിസ്സ പോലെ ഇരിക്കുന്നത്? പിസ്സയാണോ? പിസ്സ പോലെ ഇരിക്കും. അതെങ്ങനെ റേറ്റ്? ട്രൈ ചെയ്യണം. പാഴ്സൽ ട്രൈ ചെയ്യാം. ട്രൈ നമുക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പലഹാരം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കയറി കേട്ടോ. മഫിൻ വാങ്ങിയായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഓർത്തത് ഇന്ന് ജെയ്സിനെ കൊണ്ട് മഫിൻ മേടിച്ച് തിന്നണം. അന്ന് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും കൂടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ സാധനം ഇല്ലേ നമ്മുടെ ഇങ്ങനെ എന്തുവാ ഇത്, എന്തിന്റെ ഷേപ്പ് കണ്ടില്ല, ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചുമ്മാ ഇങ്ങനെ കറുമുറ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് തുടങ്ങിയേക്കുന്ന ബോട്ടിക്കാണ്. നമ്മൾ കട ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കട തുടങ്ങി, ഇടയ്ക്കൊന്ന് വരാൻ പറഞ്ഞത് കാട് വന്നപ്പോ ഞങ്ങൾ ഞെട്ടി. എന്നാലും അവനൊരു ബോട്ടിക്ക് തുടങ്ങുന്നു വിചാരിച്ചില്ല. അവൻ എന്തോ സ്പോർട്സിലൊക്കെ എന്തോ ഞാൻ മറന്നോ ഏത് ഫീൽഡാണെന്ന്. പക്ഷെ അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തയ്ക്കാനും സ്റ്റിച്ചിങ്ങിനും ഒക്കെ. അതെന്താണല്ലോ ഒന്ന് കടയിൽ പോണം. ഇന്ന് സമയം ഉണ്ടായിരുന്ന ഞങ്ങൾ ഇന്ന് തന്നെ പോയാനെ. ഇന്ന് സമയമില്ല. വന്ന പാടെ നാൻസി കാല് കൊണ്ടതേ ഇതുമായിട്ട് ഒരൊറ്റ ഇടി. ഈ കാല് തന്നെയാണ് അടിച്ചത്. കറിയൊക്കെ ഇവിടുത്തെ കറി ഇതൊക്കെയാണ്. അമ്മ വിരുന്ന് പോയടുത്ത കറിയൊക്കെ പറയുക. പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ. ചിക്കറി ഉണ്ടായിരുന്നു. ചോറ് വേണമായിരുന്നു. ചോറെടുത്ത് കഴിച്ചോ. ചോറ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പിസ്സ തിന്ന് നോക്കാം. എന്റെ ദൈവമേ, മാതൃ ഹൃദയം തുളുമ്പുന്നു. ഇത് നല്ലതാണോ? ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ പിസ്സ രുചി ഉണ്ടായിരുന്നു. ചിക്കൻ ആയിരുന്നു, നല്ല എരിവായിരുന്നു കേട്ടോ, ഭയങ്കര എരിവായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മണി 3:45. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി കേട്ടോ. നേരെക്കടവിൽ നിന്ന് വേണം നമുക്കിങ്ങനെ ബോട്ടെ കയറി, ഇങ്ങനെ ബോട്ടല്ല മറ്റേ ചങ്ങാടം ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിൽ കയറി നമുക്ക് അക്കരെ എത്തണം. ഇത് നമ്മുടെ വേമ്പനാട് കായലിന്റെ ഏറ്റവും നീളം കുറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലത്തൊരു പാലം പണി തുടങ്ങിയിട്ട് കുറെ നാളായി. ഇപ്പൊ കഴിയെന്ന് പറഞ്ഞിട്ട് പാലം കണ്ടില്ലേ എവിടെയായിട്ട്. ഇതുവരെ പാലം പണി കഴിയുന്നില്ല. പാലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഷുറെന്ന് പറഞ്ഞിട്ട് വേഗം സ്ഥലത്തെത്തായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പക്ഷെ ഭയങ്കര എളുപ്പമാട്ടോ. ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതിയാകും. വേഗം തന്നെ കടത്ത് അക്കരെ എത്തും. പക്ഷെ നമ്മുടെ വീടിന്റെ അപ്പുറത്തുനിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇതിലെ വരെ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ അരൂർ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരൂരാകും. ഈ പാലത്തിന് തൊട്ട് അക്കരെ അരൂർ കുറ്റിയാണ്. അരൂർ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ആട്ടോ വല്യമ്മച്ചിയുടെ വീട്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു.
അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടീനെ കെട്ടിയിട്ടേക്കുമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടിയാണ്. എനിക്ക് ഈ പട്ടിയും പൂച്ചനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എന്തോ ഒരു വിരോധമാണ് എനിക്ക് പട്ടിയോട്. ഓമനിക്കാൻ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു 1.5 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ എത്ര 5 മണിയായി. 6:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങളുടെ കടത്ത് ഏറ്റവും അവസാനത്തത് 7:45 7:45 അപ്പം ഞാൻ ഓർത്ത് ഒരു 7:10 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 7:10 കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് വെച്ച് പിടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്കാണ് ദേ ഈ നങ്കുണ്ടല്ലോ, നങ്കമീൻ കണ്ടാൽ പിന്നെ ഞാൻ പോയടത്തൊന്നും തിരിച്ചു വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാൻ മുന്നോട്ട് കുറെ പോയി, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. ജെസ്സി അമ്മയ്ക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അമ്മ ചോദിച്ചു എന്തിനാണ് ഈ മാലാക കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് വന്നത്. ചെറുതാണ് കേട്ടോ, സാരമില്ല, വറക്കാൻ ഇവനാണ് കേമൻ. നമ്മുടെ രാവിലെ പുരട്ടി വെച്ച ചാളക്കുട്ടന്മാരെയൊക്കെ വറുത്തെടുക്കുകയാണ്. അങ്ങനെ മീനെല്ലാം അമ്മ നന്നാക്കി കേട്ടോ. ഒറ്റ ഇരിപ്പിനെല്ലാം നന്നാക്കി എടുത്ത് നമ്മൾ കുറച്ച് കറി വെക്കാന്നും കൂടി വിചാരിച്ചു. ഫുള്ള് വറക്കണ്ടല്ലോ. അങ്ങനെ പകുതി വറുക്കുക, പകുതി കറി വെക്കാനായിട്ട് തേങ്ങയുടെ അരപ്പെല്ലാം റെഡിയാക്കി. ഉള്ളി പൊളിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ അങ്ങോട്ട് പൊളിക്കടി. അത് മതി, ഞാൻ വെറുതെ പറഞ്ഞത്. ഇനി വെളുത്തുള്ളി. അങ്ങനെ അത് കറി വെക്കാൻ വെച്ചു. ജേസൺ ആ സമയത്ത് വിളിച്ചിട്ട് കറി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് അപ്പം തന്നെ വറുക്കണം കേട്ടോ. എനിക്ക് ശരിക്കും വറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചാള വറുത്തത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വറുത്ത് വന്നപ്പോഴത്തേക്കല്ല ഫുള്ള് വറുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ ജേസൺ എന്താന്ന് പറയാ, പുള്ളി കുഴിമന്തി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ കുഴിമന്തി ഭയങ്കര പ്രാന്ത. അത് ഇറങ്ങിയ നാളെ മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കഴിച്ചാലും മതിയാവൂല. അങ്ങനെ പുള്ളി അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ റൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി മാന്തൾ. എന്താ മാന്തൾ? ഞങ്ങൾ നങ്കെന്ന് പറയട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മന്തി ജേഴ്സിന് ഇച്ചിരി മന്തി റൈസ് വാങ്ങിച്ചോണ്ട് വന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അതിനൊടുക്കത്തെ ഇടിയാ ഇപ്പൊ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായ തലേ ദിവസം പാൻറ് തയ്ച്ചില്ലല്ലോ. 2 പാൻറ്റും ഒരു ബ്ലൗസും തയ്ക്കാനുണ്ട്. വൈകുന്നേരം ആൾക്കാർ വരും. ധൃതിയായിട്ടുള്ള തയ്യലാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. വാ, ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കണം. പരിപ്പ് കറി ഉണ്ടാക്കാൻ കുക്കറെ വിസിലടിപ്പിച്ചിട്ടുണ്ട്. അവളെ എണീക്കുമല്ല എന്ന് ഓർത്തിട്ട് സമാധാനത്തിൽ ആദ്യമേ പൂരി ഉണ്ടാക്കി വെച്ചേ ഉള്ളൂ. എടി വാ, എടുത്തിട്ട് പോകാം. ഒറ്റ സ്പീഡിൽ മുകളിലോട്ട് കയറി വന്നതിന്റെ കിതപ്പായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ആലിയാക്കെട്ട് കുർത്തി. അതിന്റെ സ്ലീവിലും കൂടി ചേച്ചി വന്നിട്ട് നോക്കിയാൽ കറക്റ്റ് ആയിരുന്നു. ഒരു ലേശം അഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. വണ്ണക്കൂടുതലാണോ ഷേപ്പ് ചെയ്യാനാണോ? ആ ഷേപ്പ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സ്ലീവിലും കൂടി ഒരു ലേശം വർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. സ്ലീവിൽ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഇല്ലായ്മ തോന്നുന്നു. അങ്ങനെ സ്ലീവിലും കൂടി നാൻസി രാത്രി ഇരുന്ന് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഉടുപ്പ് ചെയ്തപ്പോൾ ഒരു പറ്റിയെന്ന്. ഈ കട്ട് ബീഡിന്റെ ലൈൻസ് ഒക്കെ നൂലുമേ കോർത്തിട്ട് ഒട്ടിച്ചാണ് ആദ്യം വെച്ചത്. പശ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട്, പക്ഷെ നമ്മൾ മറ്റേ പശ ഉണ്ടല്ലോ, അതാണ് ഈ പശയുടെ പേര്. ഈ പശ കൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇത് ഒട്ടിച്ചോട്ടെ. എല്ലാവരും ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞ പശ കൊണ്ട് ഇത് നമ്മൾ ഒട്ടിച്ചിട്ടേ ചേച്ചിക്ക് വൈകുന്നേരം കൊടുക്കേണ്ടതാ. രാവിലെ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ എന്നാ തയ്ക്കാനുള്ള സമയമേ ഉള്ളൂ. എടുത്തു നോക്കിയപ്പോൾ ഫുള്ള് ഇങ്ങോട്ട് വിട്ട് പോയി. എന്നിട്ട് നാൻസി എന്ത് ചെയ്തെന്നറിയാമോ, ഒരു ഏരിയയിൽ നിന്ന് ഫുള്ള് പറിച്ചെടുത്തിട്ട് ബാക്കി ഇതൊക്കെ ഞങ്ങൾ പിന്നെയും അടിയിൽ കൂടി നൂലെടുത്ത് പശ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിയിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പയ്യെ നൂല് കൊണ്ട് ഞങ്ങളിങ്ങനെ തയ്ച്ചെടുത്തിത്. അങ്ങനെ ഫുള്ള് എടുത്തേക്കണാണിത്. ആ ധൃതി നേരത്തെ ഇത് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും പറയണ്ട ആകപ്പാടെ. അങ്ങനെ പിന്നെ നമ്മൾ താഴത്തൊക്കെ ഇത് നമ്മൾ ഒട്ടിച്ചതിനെ കൊടുത്തേക്കോട്ടെ. അത് നമ്മുടെ സാധാ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ ഫെവിക്രിലിൻ്റെ പശ കൊണ്ട് തന്നെ ഒട്ടിച്ച. ഇതാണ് നമ്മൾ പരമ്പരാഗത പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫെവിക്രില്. നമ്മൾ മറ്റേതും ട്രൈ ചെയ്തതാണ്, പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. ഇനി ഞങ്ങൾക്ക് കിട്ടിയ പശ കൊള്ളിയില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. തീരെ കൊള്ളത്തില്ല ആ പശ. ഇത് തന്നെയാണ് നല്ലത്. ഇതിന് ഇച്ചിരി ഒരു മെഴുക് പോലത്തെ ഉണങ്ങിക്കഴിയുമ്പോൾ അങ്ങനത്തെ ഓവറായിട്ട് എക്സസ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരും. പക്ഷെ എന്നിരുന്നാലും ഈ പശ നല്ല സ്ട്രോങ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഹെം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴേക്ക് കൊണ്ടുവന്നതാണ്. മുകളിലോട്ട് പോയി നോക്കാൻ നാൻസി ഒരു ബ്ലൗസിന്റെ ബാക്കിൽ ഡയമണ്ട് വെക്കുന്നുണ്ട്. എന്താകുമോ എന്തോ അറിയില്ല. ഡയമണ്ട് വെക്കുന്ന വെച്ചാൽ മറ്റേ ഡയമണ്ട് അല്ല കേട്ടോ, ഡയമണ്ട് ഷേപ്പില്ലേ ബാക്കില്. ഡയമണ്ട് ആയോ? അല്ലടി ഡയമണ്ട്
ഇതിപ്പോ ഇങ്ങനത്തെ ഡയമണ്ട് ആയിപ്പോയല്ലോ, താഴത്തോട്ടുള്ള ഡയമണ്ട് അല്ലേ ഇത്? ഇങ്ങനെയാണോ പറഞ്ഞത്? താഴത്തോട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും അല്ലേ? ഓ ഒരു പാറ്റേണാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വേറെ വരുന്ന. ഓ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ഇത് കണ്ടില്ലേ? ഇല്ല. ഇതിങ്ങനെ വിടിയിച്ചിരിക്കണമായിരുന്നു എനിക്ക് ഇഷ്ടം, ആ അതായിരുന്നു ഭംഗി. പക്ഷെ അത് വേണമെങ്കിൽ അവസാനം വിടിക്കുക. അവസാനം വിടിയിക്കണോ? അത് വിടിയിക്കണ്ടടി. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വന്നിട്ട് അടി വന്നിട്ട് നല്ലല്ലേ. ആ അതെ അതെ അതെ. ഇപ്പൊ കറക്റ്റ് ഫിറ്റിങ്ങിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഡയമണ്ടിനകത്തൂടെ എല്ലാം കാണാൻ പറ്റുമല്ലേ സൈഡ്. വലിഞ്ഞിങ്ങനെ നിന്നോണം അല്ലേ? ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ആദ്യ ശ്രമമാണ് കുളമാകൂ. സഹിക്കണം. ഭയപ്പെട്ടാണ് ചെയ്തതെങ്കിൽ ഇട്ടപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ഡയമണ്ട് വന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഡയമണ്ട് ആകുമെന്ന് സംശയമുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ലടി, എന്തെങ്കിലും ഒരു ഷേപ്പ് കിട്ടില്ല, അത് മതി എനിക്ക്. അതുകൊണ്ട് ഭാഗ്യം ഡയമണ്ട് ആയിട്ട് കിട്ടി കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാൻസി സദ്യ പാലട മിക്സ് വാങ്ങിച്ചോണ്ട് വന്നു, നമ്മുടെ ഡബിൾ ഹോഴ്സിന്റെ. ഇതിനകത്ത് ഇപ്പൊ അടയില്ലേ? അട ഉണ്ടാ, അട ഉരുട്ടി വെച്ചേക്കുവാണ്. എന്തുവാണ് ഇത് മനസ്സിലാവണല്ലോ. അയ്യോ ഇങ്ങനത്തെ ഒരു വെറൈറ്റി പായസാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അവിടെ കണ്ടിട്ട് ഇത് വാങ്ങാണ്ട് പോന്നു. പിന്നെ നാൻസി കഴിഞ്ഞ ദിവസം പോയി എടുത്തതാ. നമുക്ക് കുറുകി കുറുകി എടുക്കാം. അയ്യോ നെയ്യൊന്നും ഇടിയല്ലേ ഇതില്, അതാണ് പാലടാ. അവർ എഴുതിയേക്കുന്നത് 15 മിനിറ്റ് കൊണ്ട് റെഡിയാകുമെന്നാണ്. ഈ എവിടെ ആയിട്ട് 15 മിനിറ്റ് ഒരു 1.5 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി സെറ്റായി വരാനായിട്ട്. കുറുകി കഴിയാൻ നേരത്ത് മൂട്ടിലൊരു ഇച്ചിരിയേ ഉള്ളൂ, അടയൊന്നും കാണാനേ പറ്റുന്നില്ല കേട്ടോ. ഇത് എന്ത് പായസമാണിത്? ഇത് എന്താണ് ഇതിന്റെ ഇത് ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ രുചി ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം നാൻസി റെഡിയായോ എന്ന് ചോദിച്ചോണ്ടിരിക്കാൻ മുകളിൽ നിന്ന് അവളെ ഇതുപോലെ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അവര് കൂട്ടുകാരുണ്ടാക്കി കഴിക്കുമായിരുന്നു. സദ്യാപാലട എപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചു പോകുമായിരുന്നു, പക്ഷെ ഇത്തവണയാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേ അപ്പനോട് പഴം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അപ്പം വാങ്ങിച്ചോണ്ട് വന്നത് മറ്റേ പാളയംകുളം. അത് പറ്റത്തില്ല, പഴം തന്നെ കൂട്ടിയേ പറ്റുള്ളൂ, പൂവമ്പഴം തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി അന്വേഷിക്കാൻ പോയിട്ട് എവിടെയായിട്ട് പൂവമ്പഴം ഇല്ല. പിന്നെ ഒരു കട ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നാളേക്കാവുന്ന പൂവമ്പഴ കിട്ടിയത്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അത് വാങ്ങിച്ചോണ്ട് വന്നത്. അപ്പം അമ്മ പറഞ്ഞ് ഇതിലും ഭേദം അപ്പനായിരുന്നു, അപ്പം പഴുത്ത പഴമല്ല മേടിച്ചോണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ പഴം കൂട്ടി കഴിക്കാനുള്ള മോഹം തീർന്ന് ഞങ്ങൾ പപ്പടം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാലട സൂപ്പറാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സദ്യ പാലട. അപ്പോൾ ഓക്കെ, ബൈ.